ചെങ്ങന്നൂരിൽ കാറിന് തീയിട്ട് അയാൾ പിടിയിലായി. ഇന്നലെ നമ്മൾ ആ വാർത്ത കണ്ട് നമ്മളൊന്ന് ഞെട്ടി. കാര്യം കുപ്പിയിൽ പെട്രോൾ ഉണ്ടെന്ന് ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് പോയതാണ്. മുളക്കുഴിയിലെ അനൂപാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത്. വീട്ടുകാരുള്ള മുൻ വൈരാഗ്യം കൊണ്ടാണ് താൻ ഈ കാറിന് തീയിട്ടതെന്നാണ് അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്ത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. പറയൂ അശ്വിൻ. ഗുഡ് മോർണിംഗ്. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ വീട്ടുമുറ്റത്ത് കിടന്ന ടൊയോട്ട ഗ്ലാൻസിയ കാറ് ഇയാൾ രാത്രി 12:30 എത്തി കയ്യിൽ കരുതിയ പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കുന്നത്. പിന്നീട് എന്താണ് ഈ കാരണം, ആരാണ് ഇതെന്നൊന്നും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും അറിവുണ്ടായിരുന്നില്ല. പ്രദേശവാസിയല്ല ഇയാൾ മുളക്കുഴ സ്വദേശിയാണ്. അവിടെ നിന്നാണ് ഇയാൾ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെങ്ങന്നൂർ ടൗണിന് റെയിൽവേ സ്റ്റേഷനും പിറകുവശത്തുള്ള വീട്ടിലേക്ക് എത്തുകയും ആ കാറിന് തീയിടുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ വ്യാപകമായ തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനമായ അന്വേഷണത്തിൻ്റെ രീതി തന്നെയാണ് കൗതുകമുണർത്തുന്നത്. അത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈ പൊള്ളി ആരെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു പ്രാഥമിക പരിശോധന സമീപത്തെ ആശുപത്രികളിലേക്ക് പോലീസ് നടത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് അങ്ങനെ ഒരു സൂചന പോലീസിന് ആരും അങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ എത്തിയതായുള്ള സൂചനകൾ ലഭിച്ചില്ല. പിന്നീടുള്ള അന്വേഷണം പെട്രോൾ പമ്പുകളിലേക്ക് നീണ്ടു. ചെങ്ങന്നൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് കുപ്പികളിൽ പെട്രോൾ വാങ്ങി മടങ്ങിയ ആളുകളെ പ്രത്യേകമായി നോട്ട് ചെയ്തു. അങ്ങനെയാണ് കാവിമുണ്ടും ഈ ചെക്ക് ഷർട്ടും ഇളം പച്ച നിറത്തിലുള്ള ചെക്ക് ഷർട്ടുമിട്ട് ചെങ്ങന്നൂരിലെ തന്നെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഈ പെട്രോൾ കുപ്പിയിൽ വാങ്ങി പോകുന്നയാളെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സമീപത്തെ കടകളിലൊക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതിൽ നിന്ന് പോലീസിന് തന്നെ ഈ ആളാരാണ് എന്ന് മനസ്സിലായി. പിന്നീടാണ് ഇയാളെ പിടികൂടുന്നത്. അനൂപ് എന്നാണ് പ്രതിയുടെ പേര്. ഈ വീട്ടിലെ ഒരാളുമായുള്ള മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് ഇന്നലെ രാത്രി പോലീസിന് അനൂപ് നൽകിയ മൊഴി. വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാളെ. നിലവിൽ ഈ FIR ഇന്ന് രാവിലെയോട് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിൻ്റെ തീരുമാനം. SK. ഓക്കെ അശ്വിൻ പാലാഴി. എന്തായാലും